മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കേന്ദ്ര സർക്കാർ ഇടക്കാലാശ്വാസം നൽകാത്തതിൽ കേരളത്തിന് അതൃപ്തി. ആശ്വാസം ഇനിയും വൈകരുതെന്ന് മന്ത്രി എ കെ ശശീന്ദ്രനും വി ശിവൻകുട്ടിയും 24നോട് പറഞ്ഞു. കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കാനുള്ള നിവേദനം 2 ദിവസത്തിനുള്ളിൽ നൽകുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പ്രതികരിച്ചു. വയനാട് ദുരന്തത്തിലെ കേന്ദ്ര സഹായവുമായി ബന്ധപ്പെട്ട് 24നോടുള്ള പ്രതികരണത്തിലാണ് മന്ത്രിമാർ ഇടക്കാല ആശ്വാസം വൈകുന്നതിലുള്ള അതൃപ്തി അറിയിച്ചത്. പ്രധാനമന്ത്രിയുടെ സന്ദർശനം വലിയ ആത്മവിശ്വാസം നൽകിയിരുന്നു. ആ പ്രതീക്ഷകൾ അർത്ഥവത്താകണമെങ്കിൽ ഇടക്കാല ആശ്വാസമെങ്കിലും പ്രഖ്യാപിക്കാമായിരുന്നുവെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു. ഇത്ര വലിയ ദുരന്തമുണ്ടായിട്ടും ഇതുവരെയും കേന്ദ്ര സഹായം പ്രഖ്യാപിച്ചിട്ടില്ലെന്നാണ് മന്ത്രി വി ശിവൻകുട്ടി ചൂണ്ടിക്കാട്ടിയത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ കാര്യങ്ങളൊക്കെ തന്നെ പ്രധാനമന്ത്രിയെ നേരിട്ട് തന്നെ ധരിപ്പിച്ചിട്ടുണ്ട്. അവർ മനുഷ്യത്വപരമായി തന്നെ ഈ കാര്യങ്ങൾ കാണും എന്നുള്ള നിലയിൽ തന്നെയാണ് ഇപ്പോഴും ഗവൺമെന്റ് വിശ്വസിക്കുന്നത്. ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം ഒരു ഇടക്കാല ആശ്വാസമെങ്കിലും പ്രഖ്യാപിക്കാമായിരുന്നില്ലേ എന്ന സംശയം ആളുകളുടെ ഇടയിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കേണ്ട നിവേദനം തയ്യാറെന്ന് മന്ത്രി കെ രാജൻ 24 മോർണിംഗ് ഷോയിൽ പറഞ്ഞു. 2 ദിവസത്തിനുള്ളിൽ നിവേദനം സമർപ്പിക്കുമെന്നും ദുരന്തത്തെ L3 വിഭാഗത്തിൽപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുമെന്നും മന്ത്രി അറിയിച്ചു. L3യിൽപ്പെടുത്തി ഡിസാസ്റ്റർ ഇൻ സീവിയർ നേച്ചർ എന്ന വിഭാഗത്തിലേക്ക് ഈ ദുരന്തത്തെ പെടുത്താൻ പറ്റണം. ഇവിടെയുള്ള കർഷകരുടെ കടങ്ങൾ മരവിപ്പിക്കാനും പുതിയ കടങ്ങൾ എഴുതി തള്ളാനുമുള്ള സാമ്പത്തിക സൗകര്യം വേണം. ദുരിതബാധിതരുടെ പുനരധിവാസം യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. ആക്ഷേപങ്ങൾക്കിപ്പോൾ മറുപടിയില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് 24.